നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മടുത്തു. വെറുതെ പ്രശ്നങ്ങൾക്ക് താല്പര്യമില്ല. പച്ചവെള്ളം ചവച്ചരച്ചു കുടിക്കുന്ന പാവം കുഞ്ഞുവാവെ പോലെ പ്രശാന്ത് MLA ഇപ്പോൾ പ്രതികരിക്കുകയാണ് മാധ്യമങ്ങളോട്. ഈ ഒരു വിവാദം ആദ്യം വിളിച്ചു പറഞ്ഞതും, അതായത് ശാസ്തമംഗലത്തെ ഓഫീസ് മാറണമെന്ന് അവിടുത്തെ കൗൺസിലർ കൂടിയായ നമ്മുടെ മുൻ IPS ഉദ്യോഗസ്ഥ കൂടിയായ R ശ്രീലേഖ ആവശ്യപ്പെട്ടു എന്ന് മാധ്യമങ്ങളോട് ആദ്യം വിളിച്ചു പറഞ്ഞതും ഈ VK പ്രശാന്ത് തന്നെയാണ്. പിന്നീട് മാധ്യമങ്ങൾക്ക് ബൈറ്റ് നൽകിയതും VK പ്രശാന്ത് തന്നെയാണ്. ഇപ്പോഴിതാ അവിടെ നിന്ന് മാറുന്നു എന്ന് പറഞ്ഞുകൊണ്ട് താൻ നല്ല കുട്ടിയാണ്, വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ താല്പര്യമില്ല, തനിക്ക് വികസനത്തിനോടാണ് താല്പര്യം, അതുകൊണ്ട് താൻ വെറുതെ ഒന്നും പ്രശ്നം ഉണ്ടാക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും MLA അവിടെ നിന്നും മാറുകയാണ്. ആ വലിയ മനസ്സൊന്ന് കാണാതെ പോകരുത്. ഇപ്പോഴത്തെ റിപ്പോർട്ടർ ചാനലിലെ വളരെ പ്രധാനപ്പെട്ട മാധ്യമപ്രവർത്തകനായ ഡോക്ടർ അരുൺകുമാർ പറയുന്നത് അനാവശ്യമായി ഒരു കൗൺസിലർ വിവാദമുണ്ടാക്കി എന്നുള്ളതാണ്. ആ കൗൺസിലറിന്റെ ഓഫീസ് നമ്മളെല്ലാവരും കണ്ടതാണ്. കക്കൂസിനകത്താണ് ഫയലുകളൊക്കെ തന്നെ ഇരിക്കുന്നത്. ഒരു ചെറിയ മുറിയാണ്. ആ മുറിയിൽ സൗകര്യമില്ലെങ്കിൽ സൗകര്യമില്ല എന്ന് തന്നെയല്ലേ പറയേണ്ടത്? പിന്നെ എങ്ങനെയാണ് അതൊരു അനാവശ്യ വിവാദമാവുന്നത്? അല്ലെങ്കിൽ 7 വർഷം കൊണ്ട് ഇരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സീനിയോറിറ്റി അനുസരിച്ച് മിണ്ടാതെ ഉരിയാടാതെ ഇരിക്കാമെന്നാണോ? അങ്ങനെയാണോ വേണ്ടത്? അപ്പോൾ ആവശ്യം പറയുന്നു. ഇപ്പോഴിതാ അവിടെ നിന്ന് മാറാൻ തന്നെ പ്രശാന്ത് തീരുമാനിക്കുന്നു. നല്ല കാര്യം. അതായത് വട്ടിയൂർക്കാവ് MLA മരുതൻകുഴിയിലാണ് ഇരിക്കുന്നത്. ഈ മരുതൻകുഴിയിലെ ഓഫീസ് എന്ന് പറയുന്നത് പ്രശാന്തിന്റെ സ്വന്തം ഓഫീസ് തന്നെയാണ്. അവിടെയാണ് പ്രശാന്തിന്റെ PR വർക്കുകൾ നടക്കുന്നത് എന്നൊരു ആക്ഷേപം ഇതിനിടയ്ക്ക് ഉയരുന്നുണ്ട്. ഏതായാലും ശാസ്തമംഗലത്തെ കോർപ്പറേഷൻ കെട്ടിടത്തിലെ MLA ഓഫീസിനെ ചൊല്ലിയുള്ള നാടകീയമായ രാഷ്ട്രീയ തർക്കങ്ങൾക്കൊടുവിൽ VK പ്രശാന്ത് MLA ഓഫീസ് മാറുകയാണ്. വാർഡ് കൗൺസിലർ R ശ്രീലേഖയുമായുള്ള പോര് മുറുകിയ പശ്ചാത്തലത്തിൽ ഓഫീസ് മരുതൻകുഴിയിലേക്ക് മാറ്റാൻ MLA തീരുമാനിച്ചു. കൗൺസിലറുടെ തിട്ടൂരം അനുസരിക്കില്ല എന്ന് പറഞ്ഞ പ്രശാന്ത് ഒടുവിൽ വിവാദങ്ങൾ അവസാനിപ്പിക്കാൻ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവുകയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് ഈ വിവാദം ചർച്ചയാകാതിരിക്കാനാണ് ഇത്. ശാസ്തമംഗലം ജംഗ്ഷനിലെ കോർപ്പറേഷൻ കെട്ടിടത്തിൽ വാടകയ്ക്ക് പ്രവർത്തിക്കുന്ന MLA ഓഫീസാണ് കൗൺസിലർ R ശ്രീലേഖ ഒഴിയണമെന്ന് ആവശ്യപ്പെട്ടതോടുകൂടിയാണ് പ്രശ്നങ്ങളുടെ തുടക്കം. ഇത് രാഷ്ട്രീയ അഹങ്കാരമാണെന്ന നിലപാടിലായിരുന്നു പ്രശാന്ത്. എന്നാൽ ഓഫീസ് മാറ്റം ആവശ്യപ്പെട്ടത് വ്യക്തിപരമായ വിദ്വേഷം കൊണ്ടല്ലെന്നും സൗഹൃദപരമായ അഭ്യർത്ഥന മാത്രമാണെന്നുമാണ് ശ്രീലേഖ വിശദീകരിച്ചത്. തർക്കം മുറുകുന്നതിനിടയിൽ MLA ഓഫീസിലെ ബോർഡിന് മുകളിൽ കൗൺസിലർ സ്വന്തം പേരെഴുതിയ ബോർഡ് സ്ഥാപിക്കുകയും ചെയ്തു ശ്രീലേഖ. അതുപോലെ തന്നെ അതിനുശേഷമാണ് വിവാദം വീണ്ടും കത്തിപ്പടർന്നത്. MLAക്ക് മുകളിൽ താനാണെന്ന സന്ദേശം നൽകാനാണ് ശ്രീലേഖ ശ്രമിച്ചതെന്നാണ് ആക്ഷേപം ഉയർന്നത്. ഇതിന് പിന്നാലെ ഓഫീസ് വാടക സംബന്ധിച്ച് വിവരാവകാശ രേഖകളും പുറത്തു വന്നു. ഇത് സർക്കാരിനും തിരിച്ചടിയായി. കോൺഗ്രസും പ്രശാന്തിനെതിരായ നിലപാട് എടുത്തു. വിവാദങ്ങൾക്കില്ല, വികസനത്തിനാണ് ജനം ഞങ്ങളെ തിരഞ്ഞെടുത്തത് എന്ന നിലയിലേക്ക് VK പ്രശാന്ത് മാറി. 100 കണക്കിന് ആളുകൾ എത്തുന്ന MLA ഓഫീസിന് കൂടുതൽ സൗകര്യപ്രദമായ സ്ഥലം മരുതൻകുഴിയിൽ കണ്ടെത്തിയിട്ടുണ്ടെന്ന് പ്രശാന്ത് പറഞ്ഞു. തനിക്കെതിരെ വ്യക്തിപരമായ അപവാദം പ്രചരിപ്പിക്കാൻ ചില കേന്ദ്രങ്ങൾ ശ്രമിച്ചതായും പ്രശാന്ത് ആരോപിച്ചു. തിരുവനന്തപുരം രാഷ്ട്രീയത്തിൽ മേയർ ബ്രോ എന്നറിയപ്പെടുന്ന പ്രശാന്തും സ്വന്തം പാർട്ടിയിലെ തന്നെ കൗൺസിലറും തമ്മിലുണ്ടായ ഈ ഓഫീസ് യുദ്ധം വട്ടിയൂർക്കാവ് മണ്ഡലത്തിലെ രാഷ്ട്രീയ സമവാക്യങ്ങളിൽ വലിയ ചർച്ചകൾക്കാണ് വഴി തുറന്നിരിക്കുന്നത്. BJP ശ്രീലേഖയെ വട്ടിയൂർക്കാവിൽ സ്ഥാനാർത്ഥിയാക്കാൻ പരിഗണിക്കുന്നുണ്ട്. പ്രശാന്ത് വട്ടിയൂർക്കാവിൽ മത്സരിക്കാൻ സാധ്യതയുണ്ട്. ഇതിനൊപ്പം കഴക്കൂട്ടത്തേക്ക് പ്രശാന്തിനെ മാറ്റുന്നതും ചർച്ചകളിലുണ്ട്. ഇതിനിടയിലാണ് ഓഫീസ് ഒഴിയാൻ പ്രശാന്തിന് CPM നേതൃത്വം തന്നെ നിർദ്ദേശം നൽകിയത്. എന്തായാലും പ്രശാന്തിന്റെ പ്രതികരണം ഒന്ന് കേൾക്കാം. വ്യക്തിപരമായി തീരുമാനിച്ചു. കാരണം ഈ അനാവശ്യ വിവാദങ്ങൾ ഉണ്ടാക്കി നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ വിസ്മൃതിയിലാക്കാനും അപവാദം പ്രചരിപ്പിക്കാനും ഈ സന്ദർഭത്തെ പലരും ഉപയോഗിച്ചു. അപ്പോൾ അത് തീർച്ചയായിട്ടും നമ്മൾ പല ആളുകളും ശ്രദ്ധയിൽപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് വിവാദങ്ങൾക്ക് അടിസ്ഥാനമില്ല. മരുതൻകുഴിയിൽ ഒരു സൗകര്യമായിട്ടുള്ളൊരു ഓഫീസ് കണ്ടെത്തി അങ്ങോട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ അത്രയുള്ള എൻ്റെ കാര്യം. വിവാദങ്ങൾക്ക് നിൽക്കുന്നില്ല. അല്ല, അവിടെ അത് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ജനങ്ങൾക്ക് സൗകര്യം എന്ന നിലയ്ക്കാണ് ഒരു ഉചിതമായ ഒരു സ്ഥലം കണ്ടെത്തി 7 വർഷം പ്രവർത്തിച്ചത്. ഒരു തർക്കങ്ങളും ഉണ്ടായിട്ടില്ല. അപ്പോൾ മരുതൻകുഴിയിലെ സ്ഥലം തൊട്ടടുത്ത് തന്നെയാണ്. ഒരു 100-150 മീറ്റർ അപ്പുറത്തോട്ട് മാറിയിട്ടാണ് ഈ പറയുന്ന ജംഗ്ഷൻ ഉള്ളത്. താഴത്തെ നില തന്നെയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ എൻ്റെ ഓഫീസുമായി ബന്ധപ്പെട്ട് ഇതിനോടകം 10,000-കണക്കിന് ആളുകൾ അവിടെ വന്നിട്ടുണ്ട്. അവരുടെ കാര്യങ്ങൾ സംസാരിക്കാനും മറ്റു പല കാര്യങ്ങൾക്കുമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ജനങ്ങൾക്ക് പ്രയോജനപ്പെടാനാണ് MLAയുടെ ഓഫീസ് ഉള്ളത്. കൂടുതൽ ആളുകൾക്ക് വരേണ്ടതായിട്ട് വരും, പല കാര്യങ്ങൾക്ക് വരേണ്ടതായിട്ട് വരും. അപ്പോൾ അവരെ സംബന്ധിച്ച് ഓഫീസ് പ്രവർത്തനം വളരെ തൃപ്തികരമായിട്ടാണ് മുന്നോട്ട് കൊണ്ടുപോയത്. അതേ രീതിയിൽ തന്നെ ബാക്കിയുള്ള സമയവും മുന്നോട്ട് കൊണ്ടുപോകണം. അതുകൊണ്ടാണ് ഉചിതമായ ഒരു സ്ഥലം കണ്ടെത്തി അങ്ങോട്ടേക്ക് മാറാൻ ആലോചിച്ചത്. അത് കോർപ്പറേഷനല്ലേ തീരുമാനിക്കേണ്ടത്, നമ്മൾ പറയേണ്ട കാര്യമില്ല.
എന്താണെന്നുള്ളത് കോർപ്പറേഷൻ ഉചിതമായി തീരുമാനിച്ച് നടപടിയെടുക്കട്ടെ. അല്ല, നമുക്ക് മാർച്ച് 31 വരെ കാലാവധി ഉണ്ടല്ലോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് കോർപ്പറേഷൻ എന്താണോ തീരുമാനിക്കുന്നത് അതേപോലെ. ഇനിയിപ്പോൾ നമുക്കതിൽ കാര്യമില്ല. നമ്മളെ സംബന്ധിച്ച് നിയമാനുസരണമാണ് അവിടെ ഇരുന്നത്. വാടക സംബന്ധിച്ച് പോലും വലിയ കുപ്രചരണം അഴിച്ചുവിട്ടു. 25,000 രൂപ എഴുതി വാങ്ങി ചെലവഴിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് വല്ലാത്ത നിലയിലുള്ള കുപ്രചരണം അഴിച്ചുവിട്ടു. യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു അലവൻസ് ഇല്ല എന്ന് മാധ്യമ സുഹൃത്തുക്കൾ തന്നെ ചൂണ്ടിക്കാണിച്ചിട്ടും ഇത് വ്യാപകമായി സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ജനം ഇപ്പം മനസ്സിലാക്കിയിട്ടുണ്ട് അങ്ങനെ ഒരു അലവൻസ് ഇല്ല. എല്ലാ MLA-മാർക്കും കിട്ടുന്നത് പോലെ ഞങ്ങൾക്ക് കിട്ടുന്നുള്ളൂ. അത് അങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. സംസ്ഥാനത്തെ എല്ലാ ജനപ്രതിനിധികളും സർക്കാരിന്റെ കെട്ടിടങ്ങളിൽ സൗജന്യമായിട്ടാണ് ഇരിക്കുന്നത്. ഇവിടെ ഞാൻ മുൻമേയർ എന്ന നിലയ്ക്കാണ് ഒരു കുറഞ്ഞ വാടകയെങ്കിലും നിശ്ചയിച്ച് തരണമെന്ന് ആവശ്യപ്പെട്ട് അവരത് ചെയ്തത്. അപ്പോൾ അതിനെപ്പോലും മഹാ അപരാധമായി ചിത്രീകരിക്കുന്ന ഒരു സ്ഥിതി വന്നു. അപ്പോൾ ആ വിവാദം തുടരേണ്ടതില്ല. മരുതൻകുഴിയിലെ ഓഫീസ് പ്രവർത്തനോദ്ഘാടനം ഞങ്ങൾ അറിയിക്കും. അപ്പോൾ ജനങ്ങൾക്ക് സൗകര്യപ്രദമായിട്ടുള്ളൊരു സ്ഥലം തന്നെയാണ്. ഇപ്പോൾ വട്ടിയൂർക്കാവ് നിയമസഭാ നിയോജക മണ്ഡലം 26 കോർപ്പറേഷൻ വാർഡുകളുള്ളതാണ്. ഏതാണ്ട് കിണവൂർ മുതൽ ഇപ്പുറത്ത് നമ്മുടെ കാച്ചാണി വരെയുള്ള അല്ലെങ്കിൽ കണ്ണമ്മൂല വരെയുള്ള ആളുകൾക്ക് എത്തിച്ചേരാൻ കഴിയുന്ന ഒരിടമാണ്, വാഹന സൗകര്യമുള്ള ഒരിടമാണ്. അപ്പോൾ അവിടെ ആളുകൾക്ക് തീർച്ചയായിട്ടും തുടർ സേവനങ്ങൾ നൽകാൻ വേണ്ടി കഴിയും.